ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ മനോഹരമായിട്ട് പൂക്കളുണ്ടാവുന്ന ഫ്യൂസിയ പ്ലാന്റ്സ് കാണാം കേട്ടോ. ഫ്യൂസിയ പ്ലാന്റ്സിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് പൂക്കളും ഉണ്ടാവും. നമുക്ക് ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു പൂച്ചെടിയാണിത്. പ്ലാൻസ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത് നിന്ന് ഓൺലൈനായിട്ട് ഒരുപാട് പ്ലാൻസ് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം, സൺലൈറ്റിൻ്റെ കാര്യം. ഒരിക്കലും നമ്മൾ ഈ ചെടി വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെച്ചിട്ട് ഈ പ്ലാന്റ് നന്നായിട്ട് ഒരിക്കലും വളരില്ല, പെട്ടെന്ന് തന്നെ വാടി നശിച്ചു പോകും. ഷെയ്ഡുള്ള സ്ഥലത്താണ് ഈ പ്ലാന്റ് ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ പൂക്കളുണ്ടായി വളരുന്നത്. അതും ഒത്തിരി നല്ല തിക്കായിട്ട് വളർന്നു വരും കേട്ടോ. നമ്മൾ ഇപ്പോൾ തരുന്ന പ്ലാന്റ് നോക്കണ്ട, അത് സിംഗിൾ ഷൂട്ട് ഡബിൾ ഷൂട്ട് ഒക്കെയുള്ള പ്ലാന്റാണ്. പക്ഷേ നല്ല തിക്കായിട്ട് ഇതുപോലെ ആയി വരും. പക്ഷേ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചോട് വശത്ത് ഒരുപാട് നനവ് നിൽക്കാൻ പാടില്ല. അപ്പം കുറച്ച് ഡ്രൈ ആവുന്നതും എന്നാൽ ഒരു ചെറിയ തണുപ്പ് നിൽക്കുന്നതുമായിട്ടുള്ള പോട്ടി മിക്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു 60% കൊക്കോപീറ്റ് എടുക്കാം. അതിലേക്ക് കുറച്ച് മണ്ണ്, അതുപോലെ തന്നെ കമ്പോസ്റ്റ്, വളരെ ചെറിയ അളവിൽ മതി കമ്പോസ്റ്റ്, മിക്സ് ചെയ്തിട്ട് പ്ലാന്റ് നടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോംബോ ഓഫറിൽ നമ്മൾ 5 വെറൈറ്റീസാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫ്യൂസിയയുടെ ഏത് വെറൈറ്റീസ് എടുത്ത് നോക്കിയാലും ഒന്നിനൊന്ന് ഭംഗിയായിട്ടുള്ളതാണ്. പക്ഷേ ചില വെറൈറ്റീസ് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ വെറൈറ്റീസിന് കുറച്ച് റേറ്റ് കൂടുതൽ വരും. അപ്പം നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ അങ്ങനെയുള്ളൊരു വെറൈറ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ കോമൺ ആയിട്ട് കിട്ടുന്നതല്ല, കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ തരുന്ന പ്ലാന്റ്സ് പലതും പല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ചിലത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം ബുഷായിട്ടുള്ളതുണ്ട്, ചിലത് കുറച്ചും കൂടി ചെറുതുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. ഇതൊക്കെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസാണ് കേട്ടോ. കോംബോ ഓഫറിൽ 5 പ്ലാന്റ്സിൻ്റെ ഓഫറിലുള്ള സൈസാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ ചെറിയ പ്ലാന്റാണ് കാണിക്കുന്നത്, കുറച്ചും കൂടി വലിയ പ്ലാന്റാണ്. അപ്പോൾ ചില വെറൈറ്റീസിലൊക്കെ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികൾ തന്നെയാണ് നമ്മൾ തരുന്നത്. ഇത് ഒരു റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഇതങ്ങനെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് എവിടെയും കാണാനായിട്ട് പറ്റില്ല. പിന്നെ അടുത്ത വെറൈറ്റി ഇതാ ഈ കാണുന്നത് പോലത്തെ ഒരു വെറൈറ്റിയാണ്. ഒരു ഡോള് ഡാൻസ് ചെയ്യുന്ന സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഡാൻസിങ് ഡോൾ എന്നുകൂടി പറയുന്നത്. ഇതിൻ്റെ ഇലകൾക്കും തണ്ടുകൾക്കും വാട്ടം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇത് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കരുതെന്ന് പറയുന്നത്. ഒരു ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിലോ നമ്മുടെ ബാൽക്കണി ഏരിയയിലോ ഒക്കെ ആണെങ്കിൽ, സിറ്റ് ഔട്ടിലൊക്കെ വെയിൽ കൊള്ളില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ മരത്തിൻ്റെ തണലുള്ള ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്ലാന്റ് ഒരിക്കലും വാടിപ്പോവില്ല. അങ്ങനെയാണ് മെയിനായിട്ട് ഈ പ്ലാന്റ് വാടിപ്പോകും. പിന്നെ ഇത് സീസണൽ പ്ലാന്റ് ആണോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. സീസൺ കഴിഞ്ഞാലും പ്ലാന്റ് നശിച്ചു പോവില്ല കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെ കാണാത്ത വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തി 5 വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് കേട്ടോ. 5 ഫ്യൂസിയയുടെ വെറൈറ്റീസിന് നമുക്ക് 799 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത്. ഇത് നല്ല പാക്കിങ്ങിൽ നല്ല സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ. നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് പ്ലാന്റ് ഷെയ്ഡിൽ വെച്ചിട്ട് വേണം വളർത്താനായിട്ട്. പാകത്തിന് നനവ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ അത്യാവശ്യം കട്ടിയുള്ളൊരു സ്റ്റെമ്മൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു നനവ് വേണം, എന്നാൽ ഓവറായിട്ട് നനവുണ്ടാവാൻ പാടില്ല, ഓവറായിട്ട് ഡ്രൈ ആവാനും പാടില്ല. കാര്യം ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പൂക്കളോട് കൂടി നിൽക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ്. ഹാപ്പി ഗാർഡനിങ്.